ഹലോ മക്കളെ, നിങ്ങളുടെ ഈ വർഷത്തെ പബ്ലിക് പരീക്ഷയിൽ ഇംഗ്ലീഷ് എക്സാമിൽ ഇങ്ങനത്തെ ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും. മാർച്ച് 2022 വന്നിട്ടുണ്ട്, 2020 വന്നിട്ടുണ്ട്, 2019 വന്നിട്ടുണ്ട്, 2018 വന്നിട്ടുണ്ട്. എല്ലാ വർഷങ്ങളിലും 6 മാർക്കിന് ഇങ്ങനത്തെ ഒരു ചോദ്യം വരും. സംഭവം വളരെ സിമ്പിളാണ്. റൈറ്റ് ഷോർട്ട് പ്രൊഫൈൽ ഓഫ് മാജിദ് മജീദി. അവിടെ നിന്നില്ല, വേറെ ആരുടെ വേണം ആയിക്കോട്ടെ, ഒരു പ്രൊഫൈൽ എഴുതാൻ പറയും. വളരെ സിമ്പിളാണ്. ഒരു പക്ഷേ നമ്മുടെ ഇംഗ്ലീഷ് ഡിസ്കോഴ്സിൽ ഒരു 6 മാർക്ക് കിട്ടാനുള്ള ഇതിനേക്കാളും സിമ്പിൾ പരിപാടി വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ 6 മാർക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഈ 6 മാർക്കിൽ 1 മാർക്ക് പോലും, അര മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതെങ്ങനെ നഷ്ടപ്പെടാതെ ഈ വർഷത്തെ പബ്ലിക് എക്സാമിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വൃത്തിക്ക് ആ 6 മാർക്ക് ക്ലീൻ ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാമെന്ന്. പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ മക്കളെ, ഈ പ്രൊഫൈൽ എങ്ങനെ എഴുതുക എന്നുള്ള കാര്യത്തിൽ കുറെ പഠിക്കാനൊന്നുമില്ല, തിയറി ഒന്നും പഠിക്കാനില്ല. ഓക്കെ, അപ്പൊ 6 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ തിയറി ഒന്നും പഠിക്കണ്ട. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കാം. ഇപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ തരും. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെയൊക്കെ ചോദ്യം വരാം പരീക്ഷയിൽ. പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ യൂസിംഗ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. ബോൺ എന്നാ ജനിച്ചെന്ന് തരും, എന്തുകൊണ്ടാണ് ഫേമസ് ആയി എന്ന കാരണം പറയും, നോട്ടബിൾ വർക്ക്സ് ഉണ്ടാവും, എന്തൊക്കെ അവാർഡ് കിട്ടിയെന്ന് പറയും, എന്ന് മരിച്ചു എന്നൊക്കെ പറയും. ഓക്കെ, ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. എന്ത് തന്നാലും നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് പകർത്തിയാൽ മതി. പകർത്തുമ്പോൾ എന്ത് ചെയ്യണം, ഇതിനെയൊക്കെ ഒന്ന് സെന്റൻസ് ആക്കണം. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇത് എങ്ങനെയാണ് ഈ ഫസ്റ്റ് സാധനത്തിന് എങ്ങനെ നിങ്ങൾ സെന്റൻസ് ആക്കുക? വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഓൺ, അല്ലെ, ജനിച്ചല്ലേ, എന്നോ ജനിച്ചല്ലേ. ഓൺ എന്ന ഡേറ്റ് എന്താണ്? ജാനുവരി 1908 ഇൻ കേരള. സിമ്പിൾ. ഓക്കെ, ഇൻ കേരള, കേരളത്തിന്റെ ഉള്ളിലാണ്. അറ്റ് കേരള എന്ന് പറയില്ല, ഇൻ കേരള. പിന്നെ അടുത്തത് ഇതെങ്ങനെ നിങ്ങൾ സെന്റൻസ് ആക്കുക? ഹി വാസ് ഫേമസ് ആസ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, നോവലിസ്റ്റ്, ഫ്രീഡം ഫൈറ്റർ. അപ്പൊ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെറുതെ സെന്റൻസിലാക്കി എഴുതിയാൽ മതി. അപ്പൊ ഇതിൽ നമുക്ക് ഒരു ആൻസർ ടെംപ്ലേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡെമോ ആൻസർ. അപ്പൊ അതിലെങ്ങനെ കൊടുത്തെന്ന് നോക്കാം. ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഓൺ ജാനുവരി 1908 ഇൻ കേരള. ഇത് തന്നെ കൊടുത്തിരിക്കുന്നത് ആൻസർ കീ കൊടുത്തിരിക്കുന്ന ആൻസർ ആണ്. ഹി വാസ് ഫേമസ് ആസ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് ഫ്രീ. ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യമാണ്. വെറുതെ ഒന്ന് പകർത്തിയാൽ മതി, സെന്റൻസ് ആക്കി പകർത്താം. നോട്ടബിൾ വർക്ക്സ് എന്താ പറയുക? ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്, അല്ലെ വേർ എന്ന് കൊടുക്കാം. ഹിസ് നോട്ടബിൾ വർക്ക്സ് വേർ ബാല്യകാല സഹി, ശബ്ദങ്ങൾ, പത്തുമ്മയുടെ ആട്, ഫുള്ളി അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇവരിങ്ങനെ എഴുതിയിരിക്കും ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബ്ലാ 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 എഴുതി തീർക്കുക. പിന്നെ എന്താണുള്ളത്? ഹിസ് അവാർഡ്സ് വേർ. ഹിസ് അവാർഡ്സ് വേർ നമ്മൾ പൊതുവെ പറയില്ല. അപ്പൊ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഹി വാസ് അവാർഡഡ് വിത്ത് പത്മശ്രീ ഇൻ ദി ഇയർ 1908 എന്ന് എഴുതിക്കോ. വെറുതെ സ്റ്റൈൽ ആക്കിക്കോ. ഇൻ 1982 എന്ന് പറയാം, 1908 അല്ല, 1982 പറയാം. ഇൻ ദി ഇയർ 1982 എന്ന് എഴുതിക്കോ, കുറച്ച് സ്റ്റൈൽ. അപ്പൊ അവരങ്ങനെ എഴുതി നോക്കാം. ഹി വാസ് അവാർഡ് ദി പത്മശ്രീ ഇൻ 1982. ഓക്കെ, അടുത്തത് എന്താ? ഡൈഡ്, മരിച്ച ദിവസം, അല്ല മരിച്ച ഇയർ. അപ്പൊ ഡൈഡ് എന്ന് നമ്മൾ പറയില്ല. ഹി ഡൈഡ് ഇൻ 1994 എന്ന് പറയില്ല. ഹി പാസ്റ്റ് അവേ എന്ന് പറയും. നമ്മൾ പൊതുവെ റെസ്പെക്ട്ഫുള്ളി നമ്മൾ പാസ്റ്റ് അവേ എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഡൈഡ് എന്ന് പറയരുത്. ഹി പാസ്റ്റ് അവേ ഇൻ ദി ഇയർ 1994. സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ചോദ്യമാണ് വരാൻ പോകുന്നത്. ഇങ്ങനത്തെ ചോദ്യം വന്ന് ഇത്ര നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ, ഒന്നുമില്ല. കുറെ കാര്യങ്ങൾ തരും, അത് നിങ്ങളൊന്ന് സെന്റൻസ് ആക്കിയാൽ മാത്രം മതി. സെന്റൻസ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതാ, പാസ്റ്റ് അവേ പറയണം. ഹീസ് അവാർഡ്സ് വേർ എന്ന് പറയരുത്. കാരണം ഹീസ് അവാർഡ്സ് വേർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവാർഡ് എന്നാണ്. അദ്ദേഹത്തിന്റെ അവാർഡല്ല, അദ്ദേഹത്തിന് ലഭിച്ച അവാർഡല്ല. അപ്പൊ ഹി വാസ് അവാർഡഡ് വിത്ത്, അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടി. ഓക്കെ എന്ന് എഴുതണം. നമുക്ക് 2-3 ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫീല് കിട്ടിക്കോളും. പിന്നെ ഒരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ സാധിക്കില്ല. പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് സത്യജിത് റേ യൂസിംഗ് ദ ഹിൻസ് ഗിവൺ ബിലോ. ഓക്കെ, അതിന്റെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. നിങ്ങൾ ടൈറ്റിൽ ആയിട്ട് എന്ത് ചെയ്യണം? ആരെ പറ്റിയിട്ടാണോ നിങ്ങൾ പ്രൊഫൈൽ എഴുതുന്നത് അദ്ദേഹത്തിന്റെ പേര് ഫുള്ളായിട്ട് കൊടുക്കണം. അതേ ഉള്ളൂ ഫോർമാറ്റിൽ. ഫോർമാറ്റിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പേര് കൊടുക്കുക, നിങ്ങൾ സാധാരണ എഴുതി കൊടുക്കുക. ഇതിനിടയിൽ കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് നിങ്ങൾക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ എഴുതണോ? വേണ്ട. തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഇലാബറേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സ്വന്തമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നല്ല കാര്യം, പക്ഷെ എഴുതി വെക്കരുത്. ഓക്കെ, ബോൺ സത്യജിത് റേ ആണ്. ബോൺ May 2, 1921 കൊൽക്കത്ത. ഇതെങ്ങനെ എഴുതാം? സത്യജിത് റേ വാസ് ബോൺ ഓൺ May 2, 1921 ഇൻ കൊൽക്കത്ത. ഇത്രയുള്ള സംഭവം. ഇപ്പം നമ്മളൊരു കൃത്യം ഡേറ്റ് പറയാണ്, ഒരു കൃത്യം ഡേ പറയാണ്. May 2 എന്ന് പറഞ്ഞാൽ കൃത്യം ഡേ ആണ്. അപ്പൊ നമ്മൾ ഓൺ എന്ന് പറയും. ഓൺ May 2 എന്ന് പറയും, അല്ലെ ഓൺ എന്താണ് 13th December എന്ന് പറയും. പക്ഷെ ജസ്റ്റ് ഇയർ മാത്രം പറയുകയാണെങ്കിൽ ഇവിടെ 1921 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇൻ 1921 എന്ന് പറയും. അപ്പം സത്യജിത് റേ വാസ് ബോൺ ഇൻ 1921 ആണ്. ഓൺ 1921 എന്ന് പറയില്ല. കാരണം എന്താ വെച്ചാൽ 1921 എന്ന് പറഞ്ഞാൽ വലിയ വർഷമല്ലേ, അതിന്റെ ഉള്ളിൽ എവിടെയോ. അപ്പൊ ഇൻസൈഡ് 1921.
ഓൺ എന്ന് പറയാൻ പറ്റില്ല, 1921 മൺഡേ എന്ന് പറയാൻ പറ്റില്ല. ഓൺ എന്ന് പറഞ്ഞാൽ മണ്ട, അതിന്റെ മണ്ടയ്ക്ക് അല്ല, അതൊരു കുറേ ദിവസങ്ങളല്ലേ, അപ്പൊ അതിന്റെ ഇൻസൈഡ് എവിടെയോ. അതുപോലെ ഒരു മന്ത് മാത്രമേ പറയുന്നുള്ളൂ. ജാനുവരി 1921 എന്ന് പറഞ്ഞുള്ളെങ്കിൽ ഇൻ ജാനുവരി 1921. പക്ഷെ ഒരു കൃത്യം ഡേ പറയാണ് 13th January 1921 ഓൺ 13th. അപ്പൊ ആ കൃത്യം ആ ഡേന്റെ മണ്ടത്തല്ലേ വീണത്, ജനിച്ചത്. ഓക്കെ, വീണതല്ല ജനിച്ചത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. അവിടേക്കാണ് മാർക്ക് പോവുക, അരമാർക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഞാൻ പറഞ്ഞു തരുന്നു. ഓക്കെ, റെഡി? അപ്പൊ അത് എഴുതി. ഇവരെങ്ങനെ എഴുതിയെന്ന് നോക്കാം. സത്യജിത് റേ ദ റിനോഡ് ഡയറക്ടർ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വാസ് ബോൺ ഓൺ May 2, 1921 ഇൻ കൊൽക്കട്ട. ഓൺ ഉണ്ടാവും, ശ്രദ്ധിക്കേ, ഓൺ May 2 ഇൻ കൊൽക്കട്ട. ഓക്കെ, ഹി വാസ് നോൺ ആസ് എ ഇന്ത്യൻ ബംഗാളി ഫിലിം മേക്കർ. അത്ര എഴുതി വെച്ചാൽ മതി. അല്ല നിങ്ങൾക്ക് എഴുതാം ഹി വാസ് നോൺ ആസ്, അത് ഇവർ അത് തന്നെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആ സെയിം സാധനം. നെക്സ്റ്റ്, ഹി വാസ് ഫേമസ് ആസ് എ റൈറ്റർ, പ്രൊഡ്യൂസർ, സ്ക്രീൻ പ്ലേ റൈറ്റർ, ലിറിസിസ്റ്റ് ആൻഡ് എ കമ്പോസർ. ആൻഡ് എ കമ്പോസർ കൂടി ചേർക്കുക, അങ്ങനെ എല്ലാം കോമഡിറ്ററി എഴുതി വെക്കരുത്. വേണ്ട, ആൻഡ് എ കമ്പോസർ, ആൻഡ് കമ്പോസർ. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ്, അവാർഡ്സിനെ പറ്റി എങ്ങനെയാ പറയുക? ഹി വാസ് അവാർഡഡ് വിത്ത് ദി അക്കാഡമി അവാർഡ് ആൻഡ് ഭാരത് രത്ന. ഇയർ പറയുന്നില്ല. ഓക്കെ, ഹി വാസ് ഓണേർഡ് എന്ന് ഇവർ പറയുന്നു. നിങ്ങൾക്ക് വേണം അങ്ങനെയും പറയാം, ഹി വാസ് അവാർഡഡ് വിത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഹി വാസ് ഓണേർഡ് വിത്ത് അക്കാഡമി അവാർഡ് ആൻഡ് ഭാരത് രത്ന. അപ്പൊ ഒരു വേർഡും കൂടിയായി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെറൈറ്റി ഒക്കെ അവിടെ ഉപയോഗിക്കാം. സൂക്ഷിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യാം. പ്രാക്ടീസ് എന്ത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം, അവസാനം പറഞ്ഞുതരാം. എഡ്യൂക്കേഷനെ പറ്റി എങ്ങനെയാ പറയാം? വിശ്വഭാരതി യൂണിവേഴ്സിറ്റി കുറേ കാര്യങ്ങൾ കൊടുത്ത് ഇത് കോപ്പി പേസ്റ്റ് ആണ്. പക്ഷേ അതിനെ പറ്റി എങ്ങനെയാ പറയാം? സിമ്പിൾ ആയിട്ട് പറയാം, ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് ഈ സാധനം ഗവൺമെന്റ് ഹൈസ്കൂൾ, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആൻഡ് പ്രസിഡൻസി കോളേജ് കൊൽക്കട്ട മതി. ഹി വാസ് എഡ്യൂക്കേറ്റഡ്, അല്ലെങ്കിൽ ഹി സ്റ്റഡീഡ് അറ്റ്, അല്ലെ ഹി ഗ്രാജുവേറ്റഡ് ഫ്രം ഹൈസ്കൂൾ എന്ന് പറയാൻ പാടില്ല. ഹി ഗ്രാജുവേറ്റഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ്. ഓക്കെ, ഹി ഗ്രാജുവേറ്റഡ് ഫ്രം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആൻഡ് പ്രസിഡൻസി കോളേജ് കൊൽക്കട്ട ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് ഹയർ സെക്കൻഡറി സ്റ്റഡീസ്, അല്ലെ ഹിസ് സ്കൂളിംഗ് ഫ്രം എന്താ ഈ സാധനം, പേര് എനിക്കറിയില്ല, ഗവൺമെന്റ് ഹൈസ്കൂൾ. അങ്ങനെയും വേണം എഴുതാം. അപ്പൊ കുറച്ചും കൂടി രസമായിരിക്കും. ഇനി രസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആരും നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാൻ പോകുന്നില്ല, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കംഫർട്ടബിൾ ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഓൾ ദോസ്. അതർവൈസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ബുദ്ധി. ഡൈഡിന് പറയില്ല, ഹി പാസ്ഡ് അവേ ഇൻ, അല്ല ഓൺ. മക്കളെ ഇയർ മാത്രം, ഇപ്പം ബഷീറിന്റെ കാര്യത്തിൽ ഇയർ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ ഇൻ 1994 എന്ന് പറയും. ഇവിടെ കൃത്യം ഡേറ്റ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ പറയണം കൃത്യം ഡേറ്റ് ആ ദിവസത്തിലല്ലേ, ആ ദിവസത്തെ മണ്ടയ്ക്കാണ്. അപ്പൊ നമ്മൾ ഓൺ April 23, 1992. അപ്പം ഹി പാസ്ഡ് അവേ ഓൺ April 23, 1992 ഇൻ കൊൽക്കട്ട. ഇത്രയുള്ള സംഭവം. അപ്പൊ ആരുടെ പ്രൊഫൈൽ ചോദിച്ചാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ തന്നെ എടുത്തങ്ങോട്ട് പകർത്തുമ്പോൾ സെന്റൻസ് ആക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കുക, അത്ര മാത്രം നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു പണി തരാം. ആ പണിയും കൂടെ നിങ്ങൾ ചെയ്താൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എന്തായാലും ഈ ചാപ്റ്റർ അല്ല, ഈ ഡിസ്കോഴ്സ് പ്രൊഫൈൽ റൈറ്റിംഗിൽ ആ 6 മാർക്ക് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. 6 മാർക്കിൽ ഒരു 1/4 മാർക്ക് പോലും പോലെ പിടി. Prepare a short profile of Majid Majidi using the hints given below. Born എങ്ങനെയാ പറയാ? Majid Majidi was born on April on, കൃത്യം ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, April 17 in April 17, 1959. അത്ര എഴുതി വെച്ചാൽ മതി. ദ ഫേമസ്, ഇങ്ങനെ എഴുതണമെന്ന് ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണേ എഴുതിയാൽ മതി. ഫേമസ് ഇറാനിയൻ ഫിലിം ഡയറക്ടർ നിങ്ങൾക്ക് എഴുതാം. ദ ഫേമസ് ദ റിനോഡ് പോയിറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതാം. Majid Majidi was born on April 1917, 1959, അല്ലെ ഇൻ ദി ഇയർ 1959 എന്ന് വേണം പറയാം. He was known as an Indian film director. He was famous as a director. അപ്പം ഇവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യൻ അല്ല, ഇറാനിയൻ, സോറി. അപ്പൊ ഇവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇറാനിയൻ ഫിലിം ഡയറക്ടർ ആയിട്ട് ഫേമസ് ആയിരുന്നില്ല. അപ്പൊ അത് ആദ്യം തന്നെ എഴുതി, ദ ഫേമസ് ഇറാനിയൻ ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എഴുതി. സോ നിങ്ങൾക്ക് അങ്ങനെ എഴുതുന്നത് നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ്. ഓക്കെ, പക്ഷേ നിർബന്ധം ഉണ്ടോ ചോദിച്ചാൽ ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് മാർക്ക് ആർക്കും കുറയ്ക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെയും വേണം നിങ്ങൾക്ക് എഴുതാം. The famous Indian Bengali filmmaker Satyajit Ray was born on May 2, 1920. മനസ്സിലായില്ല? ആ പാറ്റേൺ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഇപ്പം ബഷീറിന്റെ കാര്യത്തിൽ എന്താ പറയാ? ദ ഫേമസ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് ഫ്രീഡം ഫൈറ്റർ ഫ്രം ഇന്ത്യ വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ. അങ്ങനെ എഴുതാം, ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് എഴുതുക, കംഫർട്ടബിൾ അല്ലേ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. എങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതുക? ഹി വാസ് നോൺ ആസ് എൻ ഇറാനിയൻ film director. He was famous as a director, producer and screenplay writer. Simple. Notable works and his notable works include The Colors of Paradise, Muhammad Messenger. അപ്പോൾ അതിനെയാണ് ഇവർ എഴുതിയത്, കളർ ഓഫ് has his RS notable works. അപ്പോൾ തിരിച്ചെഴുതി നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഹിസ് നോട്ടബിൾ വർക്ക്സ് വേറെ എഴുതിയാൽ. നോക്കിക്കേ, ഓണർ എന്താ? ചിൽഡ്രൻ ഓഫ് ഹെവൻ വാസ് നോമിനേറ്റഡ് ഫോർ അക്കാഡമി അവാർഡ് ഫോർ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം. അങ്ങനെ എഴുതാം. നിങ്ങൾക്ക് വേണേൽ പറയാം ഹി വാസ് നോമിനേറ്റഡ് ഫോർ ദി അക്കാഡമി അവാർഡ് ഫോർ ഹിസ് മൂവി ചിൽഡ്രൻ ഓഫ് ഹെവൻ ഇൻ ദി കാറ്റഗറി ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റൈലിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈലിലേക്ക് ആക്കാം. അതൊക്കെ ഓപ്ഷനാണ്. ഏറ്റവും സിമ്പിൾ എന്താണ്?
തന്നിരിക്കുന്ന അതേ ഓർഡറിൽ എഴുതുക. ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റ് അവേ ആണ്. കൃത്യം ഡേറ്റ് തന്നാൽ ഓൺ ആയിരിക്കും. April 2 എന്ന് പറയും. ഇയർ മാത്രം തന്നാൽ അല്ലെങ്കിൽ മന്ത് മാത്രം തന്നാൽ ഇൻ ജാനുവരി അല്ലെങ്കിൽ ഇൻ 1994 എന്ന് പറയും. ഓക്കെ, അത്രയും കാരണം ഓർത്ത് വെച്ചാൽ ഹിസ് അവാർഡ്സ് വേറെന്ന് പറയില്ല, ഹി വാസ് അവാർഡഡ് വിത്ത് എന്ന് പറയും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ സാധനമൊക്കെ എടുത്ത് ആദ്യമൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവില്ല. റെഡി? അപ്പം ഇനി കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സാർ ഈ സാധനത്തിൽ നിന്ന് പ്രൊഫൈൽ റൈറ്റിംഗ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പണിയും കൂടി ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞ കുറേ കേട്ടിട്ടുള്ളൂ, അതുകൊണ്ട് മാത്രം കാര്യം നിങ്ങൾ എഴുതി പഠിക്കണം. അപ്പോൾ എഴുതി പഠിക്കാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഇത് വീണ്ടും വരുന്നതുകൊണ്ടല്ല, പക്ഷേ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു എക്സാമിൽ വന്ന അതേ പാറ്റേൺ ആണ്. സോ അതും കൂടി നിങ്ങൾ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് കിട്ടും. പരീക്ഷയിൽ ഏത് ചോദ്യം വന്നാലും ആരെ പരി വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്യുക, ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രൊഫൈൽ നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് മാത്രമല്ല, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ ക്വസ്റ്റ്യനും പറ്റുമെങ്കിൽ ഈ ക്വസ്റ്റ്യനും കൂടെ, ഈ 4 ക്വസ്റ്റ്യൻസിൻ്റെയും നിങ്ങൾ പ്രൊഫൈൽ എഴുതി കഴിഞ്ഞാൽ 6 മാർക്ക് ഞാൻ 100% ഗ്യാരണ്ടി തരാം. 6 മാർക്ക് ഉറപ്പാണ്. ഇനി എന്തിനാണ് സാർ കമൻറ്റ് ചെയ്യുന്നത്? മക്കളെ, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നല്ല കാര്യം, നിങ്ങൾ കമൻറ്റ് ചെയ്തു. അതുപോലെ ഒരു 100 പേര് കമൻറ്റ് ചെയ്താൽ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാം. അപ്പം നിങ്ങൾക്ക് ഓരോ ആൾക്കാരുടെ നല്ല നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. അവരുടെ നല്ല നല്ല സ്റ്റൈലൊക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ അടിപൊളി സ്റ്റൈലൊക്കെ എഴുതുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ സ്റ്റൈൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ, നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വളരെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു കാര്യം. അപ്പോൾ ഈ എക്സസൈസ് ദയവ് ചെയ്ത് എല്ലാവരും ചെയ്യുക. ഒരു 100 പേരൊക്കെ കമൻറ്റ് ചെയ്ത് ആൻസർ ഇടാൻ നോക്കുക. നിങ്ങൾക്ക് ഫുൾ 4 എണ്ണവും പറ്റിയില്ലെങ്കിൽ ഒരു 3 എണ്ണോ 2 എണ്ണോ എങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും കുറേ വാല്യൂ കൊടുക്കാൻ പറ്റും. മാത്രമല്ല ബാക്കിയുള്ളവർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കും എന്താണ്, വളരെയധികം വാല്യൂ കിട്ടും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് SSLC എക്സാമിനറിലെ മാത്രമല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് SSLC കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. സോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താൽ വേറെ ലെവലിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ 6 മാർക്ക് നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ 6 മാർക്ക് ഉറപ്പിച്ചെങ്കിൽ 6 മാർക്ക് ഉറപ്പിച്ചെന്നുകൂടി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ, ടേക്ക് കെയർ. ഓക്കെ, ഒരു കാര്യം കൂടി ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പക്ഷെ അതിനേക്കാൾ ഉപരി എന്താണ്, ലൈക്കിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.